എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ എന്തോരും ഡീപ്പായിട്ടുള്ള, നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന 53 മസമൂറൊക്കെ വായിച്ചു പോകുന്ന അതേ ലാഘവത്വത്തോടുകൂടെ നമ്മൾ എന്നാ യാക്കോബ് വായിക്കുന്ന അതേ ലാഘവത്തിൽ നമ്മൾ വായിച്ചു പോകാറുണ്ട്. പക്ഷേ വാട്ട് ഹീ സേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പറയുന്നത്. അവൻ പറയുന്നത് എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അവൻ ഏറ്റവും ഡിസ്ട്രസ്ഡ് ആയിട്ടാണ്, ഏറ്റവും പ്രയാസത്തോടു കൂടെയാണ് അവൻ പറയുന്നത്. 32 സങ്കീർത്തനത്തിൽ അത് അവന് അല്പമൊന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ 32 സങ്കീർത്തനത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണെന്നറിയാമോ? ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാതിരുന്നപ്പോൾ എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ പാപം ഏറ്റുപറയാതെ ഇരുന്നപ്പോൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാര്യം അവിടെ ആദ്യത്തെ ഭാഗം പാപം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതെ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയാണ്, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. സാർ, നമ്മളിത് അർത്ഥം അറിയാമോന്നല്ല, ഇതിനകത്തൊന്നും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ വയ്യാത്ത വലിയ ഭാഷയുടെ കാഠിന്യം ഉണ്ടോന്നുള്ളതല്ല അതിനകത്തെ വിഷയം. എന്താണ്? എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ഞ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ചില കാല് പുളക്കുക എന്നൊക്കെ പറയുമല്ലോ, അതൊന്നും വറ്റിപ്പോയിട്ടൊന്നും അല്ല. കാല് പുളക്കുന്ന എപ്പോഴാ? സം കൈൻഡ് ഓഫ് ഒരു തളർച്ച നമുക്ക് ഉണ്ടാകുന്ന ഈ മജ്ജയുടെ അതെന്താ ഫ്ലോ കറക്റ്റായി വരാത്ത സമയത്ത്. ആൻഡ് തിങ്ക് അബൌട്ട്, ഇത് വറ്റിപ്പോയാലോ? ഡു തിങ്ക് ദാറ്റ് യു ക്യാൻ ലിവ്? വേനൽക്കാലത്തിൽ ഉഷ്ണതലൻ്റെ എൻ്റെ മജ്ജ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പക്ഷെ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ അവൻ അനുഭവിക്കുന്നതായ വേദനയുടെ ആധിക്യം നമുക്കൊക്കെ എന്നാണെന്നറിയാം. നമുക്കൊരിക്കലും പാപബോധവും ഉണ്ടായിട്ടില്ല, പാപം ഏറ്റുപറഞ്ഞിട്ടുമില്ല, പാപക്ഷമ പ്രാപിച്ചിട്ടുമില്ല. ഏറ്റുപറയാതെ അങ്ങനെ പാപക്ഷമ പ്രാപിക്കുന്നു. നമ്മളിങ്ങനെ പിന്നെ അങ്ങ് വന്ന് ഇങ്ങനെ അങ്ങ് എന്താ, വി ഫോളോ എ റിലീജിയൻ. മെനി ടൈംസ് ഐ ഫിയർ ദാറ്റ് വി ജസ്റ്റ് ഫോളോ എ റിലീജിയൻ. നമ്മളൊരു റിലീജിയൻ ഫോളോ ചെയ്യുന്നു എന്നുള്ള നിലയിൽ മാത്രമാണ് പല സമയത്തും ആലോചിക്കുന്നത്. എന്നാൽ ദാവീദ് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്നത്? അവൻ പാപം ചെയ്യാത്തതുകൊണ്ടല്ല, പക്ഷെ പാപം ചെയ്തപ്പോഴത്തേക്കും ദൈവത്തിന്റെ ആത്മാവ് അവനെ പീഡിപ്പിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. നിന്റെ കൈ എൻ്റെ മേൽ ഭാരം. നമുക്ക് ഒരു ഭാരവും ഇല്ല, എന്ത് ചെയ്താലും ഒരു ഭാരവും ഇല്ല, ഒരു പ്രശ്നവുമില്ല, ഇല്ലേ? പക്ഷേ ദാവീദ് പറയാണ്, ഞാൻ എൻ്റെ പാപം ഞാൻ ഏറ്റുപറയാതിരുന്നപ്പോൾ നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. പാപത്തിന്റെ കുറ്റം ആ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ സഹിക്കാൻ കഴിയാത്തതായിരുന്നു. ഒരു പക്ഷെ അവൻ ദൈവത്തോട് ചോദിച്ചു കാണും. ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒരു പക്ഷെ ദൈവത്തോട് ചോദിച്ചു കാണും, കർത്താവ് എനിക്ക് എവിടെയാണ് പാളിച്ച പറ്റിയത്? നമ്മൾക്ക് ചോദിക്കേണ്ട കാര്യമാണ്, നമുക്ക് എവിടെയാണ് പാളിച്ച പറ്റുന്നത്, ഇല്ലേ? നമ്മൾ ചോദിക്കത്തില്ല. നമ്മളൊന്ന് ദാവീദിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് വചനം അറിയാഞ്ഞിട്ടാണ്. ദാവീദിന്റെ ദൈവവചനം അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? ഡു യു തിങ്ക് ദാറ്റ് അവൻ തന്നെയാണ് ദൈവവചനത്തിന്റെ പല ഭാഗങ്ങൾ എഴുതിയ ആള്, അല്ലേ? ഹി ന്യൂ ദ വേർഡ് ഓഫ് ഗാഡ്. വചനം എഴുതിയതും തന്നെയാണോ? അവൻ വചനത്തിൽ രസിക്കാഞ്ഞിട്ടാണോ? അവൻ 119 സങ്കീർത്തനത്തിൽ 97 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തോരം അവൻ ന്യായപ്രമാണത്തിൽ രസിക്കുന്ന ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. See, I don't have time to read it. Just try to read it later. Psalms 119 verse 97 onward. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അത് തേൻകട്ടയിലേക്കാൾ മാധുര്യമേറിയത്. He delights in the law. He knew what the law says and even he delighted in the law. അവൻ വചനം അറിയാമായിരുന്നു, അവൻ വചനത്തിൽ രസിക്കുന്നവനായിരുന്നു, അവൻ വചനത്തെ സ്നേഹിച്ചവനായിരുന്നു, അവൻ വചനം അനുസരിക്കണമെന്ന് ആഗ്രഹമുള്ളവനായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ അവൻ ഓരോ യുദ്ധത്തിന് ശേഷവും യുദ്ധത്തിന് മുമ്പും എന്ത് ചെയ്യുന്നുണ്ട്? യഹോവയോട് ആലോചന ചോദിക്കും, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഐ ഹാവ് മേഡ് എ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ദ ലൈഫ് ഓഫ് ഡേവിഡ്. എന്തോരം, അതുകൊണ്ട് അവന് ഓരോ സമയത്തും ചോദിക്കുന്നത്, ഞാൻ ഇവരെ പിന്തുടരണമോ? എവിടെ കൂടെ വേണം പോകാനായിട്ട്? എന്താണ് ചെയ്യേണ്ടത്? ഈച്ച് ആൻഡ് എവറിതിങ് ഹി വാസ് സ്പീക്കിംഗ് ദി ഹാർട്ട് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഹൃദയത്തെ അവൻ ഓരോ നിമിഷങ്ങളിലും ചോദിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ദാവീദ് ഒരു പ്രിറ്റൻഡർ ഒന്നുമല്ല, ഒരു കപടഭക്തനല്ല. ഡു യു തിങ്ക് ദാറ്റ് ഹി വാസ് എ പ്രിറ്റൻഡർ ഓർ ഹി വാസ് എ ഹിപ്പോക്രിറ്റ്? നോ, ഹി ഓൾവേസ് വാണ്ടഡ് ടു ഒബേ ഗാഡ്. എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് ചോദിക്കാൻ, നമ്മൾ നിയമം അനുസരിക്കാൻ പരാജയപ്പെടുന്നുണ്ടോന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നമ്മൾ നിയമം അനുസരിക്കുന്നതിൽ പരാജയപ്പെടും? 51 സങ്കീർത്തനത്തിൽ അവൻ പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അവൻ പറയാണ്, ഈവൻ മൈ ബർത്ത് ഈസ് എ ഹിൻഡ്രൻസ് ഫോർ ലിവിങ് എ ഹോളി ലൈഫ്. എൻ്റെ ജനനം പോലും അതിനൊരു തടസ്സമാണ്. കാരണം ബൈ ബർത്ത് ഐ ഹാവ് എൻ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സിൻ.
ജനനം കൊണ്ട് തന്നെ എനിക്ക് പാപത്തോടുള്ള ഒരു ആഭിമുഖ്യമുണ്ട്. ജനനം കൊണ്ട് തന്നെ, ബൈ ബർത്ത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അത് ഇറ്റ് ഡസന്റ് സേസ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. വാട്ട് സേസ് എൻ്റെ പ്രകൃതം, ബിക്കോസ് ഐ എം ബോൺ ഓഫ് ആഡം, ഞാൻ ആദാമിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട്, എൻ്റെ അമ്മ ആദാമ്യ വർഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഫോളൻ നേച്ചർ എനിക്കുണ്ട്. അതാണ് പറയുന്നത്. അതല്ലാതെ വേറെ വലിയ തെറ്റോ കാര്യങ്ങളോ അല്ല പറയുന്നത്. ഹി സേസ് ഈ ഫോളൻ നേച്ചർ ആർക്കുണ്ടായിരുന്നു? ആദാമിൽ നിന്ന് ജനിച്ചവൻ ആദാമിനേക്കാൾ വലിയ ആളാകാൻ പറ്റത്തില്ല. ആദാമിൽ നിന്ന് ജനിച്ചവനെല്ലാം ഉള്ള പ്രശ്നം എന്താണ്? ഫോളൻ നേച്ചർ ഉണ്ട്, വീഴാനുള്ള ടെൻഡൻസി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ബീയിങ്ങിൽ തന്നെ പാപത്തോടുള്ള ആഭിമുഖ്യമുണ്ട്. ആദാമ്യ പ്രകൃതിയിലാണ് ഞാൻ ജനിച്ചത് അല്ലെ ജീവിക്കുന്നത്. അതിന്റെ 6-ാം വാക്യത്തിൽ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, ട്രൂത്ത് ഇൻ ദി ഇൻവേർഡ് ബീയിങ് പറയാണ്, ആഴത്തിൽ സത്യത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഞാനീ പറയുന്നത് എന്താണെന്നറിയാമോ? ദാവീദിന്റെ ചരിത്രം പഠിക്കാനൊന്നുമല്ല. ഇറ്റ് സേസ് അബൌട്ട് us. അല്ലാതെ വേറെ ആരെ ഞാനീ പറയുന്നത്, നമ്മളിത്രയും വിഷമിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? 2500 അല്ല 2300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ദാവീദിന്റെ കാര്യം നമ്മൾ പഠിക്കാന്നുള്ള അർത്ഥത്തിലല്ല. ഈ സ്റ്റോറീസ് എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. We have a fallen nature. And the second thing, truth in the inward being. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അവൻ പറഞ്ഞതെന്നറിയാമോ? I know my inward being is not cleansed. It is not sanctified by truth. സത്യത്താൽ അതെന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മളുടെയൊക്കെ പാപങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പ്രവൃത്തികളിലല്ല. നമ്മുടെയൊക്കെ പാപങ്ങൾ അന്തർഭാഗത്തിൽ കിടക്കുകയും we commit sin and we become a sin. അങ്ങനല്ല, സിന്നർ എന്നുള്ളതല്ല. നമ്മൾ പാപം ചെയ്തൊരു പാപിയായി തീരുകയല്ല. We commit sin because we are sinners basically. You understand? നമ്മൾ പാപം ചെയ്ത് ഒരു പാപിയായി തീരുകയല്ല. അന്തർഭാഗത്തിൽ നാം സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പാപം ചെയ്തു പോകുന്നു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഇനി അടുത്തത് അതിന്റെ 10-ാം വാക്യത്തില്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം. സി, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ആൻഡ് എ റൈറ്റ് സ്പിരിറ്റ് ഓ ഗാഡ്. അവന്റെ പ്രാർത്ഥനയാണ്. അതിന്റെ അർത്ഥം എന്താണ്? കർത്താവേ, ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. മൈ ഹാർട്ട് ഈസ് നോട്ട് ക്ലീൻ ആൻഡ് മൈ സ്പിരിറ്റ് ഈസ് നോട്ട് steadfast. It's not a steadfast, or it doesn't have the ability to continue what I'm doing. Steadfastness illa. Wavering. My spirit is wavering and my heart is not clean. എൻ്റെ ഹൃദയം നിർമ്മലമല്ല, എൻ്റെ ആത്മാവ് സ്ഥിരതയുള്ളതല്ല. 51-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് രണ്ടാമതായിട്ട് പറയുന്നത്, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആൻഡ് ഐ ഡു നോട്ട് ഹാവ് എ വില്ലിംഗ് ഹാർട്ട്. ഇതെല്ലാം ഈ ഒരു സങ്കീർത്തനത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് ശരിക്കും ദാവീദ് തന്നെ ഒന്ന് ചോദന ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ജനനം. ആദാമ്യ പ്രകൃതിയിലുള്ള ജനനത്താൽ വീഴ്ച സ്വാഭാവികമാണ്. അതിനെന്നാ മാർഗം? അതിനുള്ള മാർഗമാണ് ന്യൂ ബർത്ത് എന്ന് പറയുന്നത്. അതിനുള്ള മാർഗമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇഫ് യു ആർ ബോൺ അഗെയിൻ, യു ആർ ഫ്രീ ഫ്രം ആഡമിക് നേച്ചർ. യു അണ്ടർസ്റ്റാൻഡ്? നമുക്കുള്ള പദവികൾ കർത്താവ് തന്നിരിക്കുകയാണ്. What all things David found in his life that was leading him to fall in sin, and now we can come out of all those things. അതാ നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. അവൻ പറഞ്ഞു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ ജനിച്ചപ്പോൾ തന്നെ കിട്ടിയത് ഫോളൻ നേച്ചറാണ്. ഞാൻ വീഴ്ചയുള്ള സ്വഭാവമുള്ളവനാണ്. എൻ്റെ ഇൻക്ലിനേഷൻ ഈസ് ടുവേർഡ്സ് സിൻ. ട്രൂ, ദാറ്റ് ഈസ് എ ഫാക്ട്. കള്ളം പറയുന്നതല്ല, സത്യമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞതെന്നറിയാം, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഐ വിൽ ഗിവ് എ ന്യൂ ബർത്ത്. നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിനക്കൊരു പുതിയ ജനനം തരാം. ആൻഡ് യു വിൽ ബി എ ന്യൂ ക്രിയേഷൻ. ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ എന്തായിത്തീരുന്നു? ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. പഴയത് കഴിഞ്ഞുപോയി. നമുക്ക് പാപരഹിതമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നതിന്റെ ഏക കാരണം നമ്മളൊരു പുതിയ സൃഷ്ടിയായിത്തീരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിലെ ഒരു മനുഷ്യനും പാപരഹിതമായ ഒരു ജീവിതം ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ പാപത്തോട് പോരാടി നിൽക്കുവാനായിട്ട്, അതിനെ വിജയിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്തുകൊണ്ട് കഴിയത്തില്ല? ബിക്കോസ് എവരി വൺ ഈസ് ബോൺ ഓഫ് ആഡം. ആദാമിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപത്തോട് പോരാടി ജയിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായി തീർന്നാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ആൻഡ് ഹി ഈസ് ഹാവിംഗ് ദ പവർ. അവന്റെ ഉള്ളിൽ ആ ശക്തിയുണ്ട്. വീണ്ടും ജനനത്താൽ നമുക്ക് കിട്ടുന്ന ശക്തി എന്താണെന്നറിയാമോ? പാപത്തോട് പോരാടി അതിനെ വിജയിക്കുവാനുള്ള ശക്തി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത്. അതിനാ വീണ്ടും ജനനം. ദ മോസ്റ്റ് റാഡിക്കൽ തിങ് ഇൻ ദ വേൾഡ് ഈസ് എ ന്യൂ ബോൺ. പുതുതായി ജനിച്ച ഒന്നാണ് വാസ്തവത്തിൽ
ദ മോസ്റ്റ് റാഡിക്കൽ തിങ്. അത്രയും റാഡിക്കലായിട്ടൊന്നും ഇല്ല. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് റിനോവേറ്റഡ്, ഇറ്റ് ഈസ് ടോട്ടലി ന്യൂ. പഴയതിനെ റിനോവേറ്റ് ചെയ്തെടുത്തതല്ല, പണിതെടുത്തതല്ല, ഓവറോൾ ചെയ്തെടുത്തതല്ല. എന്താണ്? ബ്രാൻഡ് ന്യൂ ആണ്. ഇറ്റ് ഈസ് ടോട്ടലി ന്യൂ. ആൻഡ് ഈവൻ ദാറ്റ് ബ്രീഡ് ഈസ് നോട്ട് ദ സെയിം. ആ ജനുസിൽപ്പെട്ട ഒരു കാര്യമേ അല്ല. വി വർ ബോൺ ഓഫ് ആഡം, ബട്ട് നൗ വി ആർ ബോൺ ഓഫ് ഗോഡ്. ദൈവം നിങ്ങളെ ജനിപ്പിച്ചിരിക്കുകയാണ്. അവന്റെ വിത്ത് അവനിൽ ഉണ്ട്. അവൻ ടെൽ എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഇറ്റ്, മേ ബി ലേറ്റർ. ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ എല്ലാം കൂടെ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. And the new birth is the biggest gift God has given to each one of you. And if you are not born again, all other things are futile. വീണ്ടും ജനിച്ചതല്ലെങ്കിൽ വേറെ ഒരു കാര്യം കൊണ്ട് ഒരു ഗുണവും നമുക്ക് ഉണ്ടാകുന്നില്ല. So what is essential? What is the beginning? What we should look for the first time? It is new birth, new beginning, born again experience. അതുകൊണ്ട് വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്കും ആത്മീയ ജീവിതമൊന്നല്ല, ജീവിക്കാനേ പറ്റത്തില്ല. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തി തകർന്നേ പോകത്തുള്ളൂ. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് പാപത്തോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഇല്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും ആവശ്യമായിരിക്കുന്ന, അത്യന്താപേക്ഷിതമായിരിക്കുന്ന, ഇന്നവിറ്റബിൾ എന്ന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ വാസ്തവത്തിൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കിട്ടുന്നതാണ്. The most inevitable thing in the world for any human being born into this world is new birth. വീണ്ടും ജനനമില്ലാതെ ആർക്കും ഒന്നും സാധിക്കാൻ പറ്റത്തില്ല. ഇവിടെ ദാവീദ് പറയാണ്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, കാരണം സാരമില്ല മോനെ, ഐ ആം ഗോയിങ് ടു ഗിവ് യു എ ന്യൂ ബർത്ത്, ഐ ആം ഗോയിങ് ടു മേക്ക് യു എ ന്യൂ ക്രിയേഷൻ. ഞാൻ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ പോവുകയാണ്. നോ മോർ ദി ഓൾഡ് തിങ്സ്, ദി ഓൾഡ് ഹാസ് ഗോൺ, ദി ന്യൂ ഹാസ് കം. പഴയതെല്ലാം കഴിഞ്ഞു പോയി, പുതിയത് വരികയാണ്. ഇനി അടുത്തത് അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. പ്രവൃത്തിക്ക് പിന്നിലുള്ള സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. പ്രവൃത്തിയിലെ സത്യമല്ല, പ്രവൃത്തിക്കും പുറത്തുള്ള ഇന്നർ ബീയിങ്ങിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. അന്തർഭാഗത്തിലെ സത്യം. അന്തർഭാഗത്ത് നമ്മൾ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രവൃത്തിയിലേക്കുള്ള അതിൻ്റെ യാത്രക്കിടയ്ക്ക് നമുക്ക് പലപ്പോഴും അതിനെ തെറ്റിൽ നിന്ന് നമുക്ക് പിന്മാറാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആവശ്യമായിരിക്കുന്ന എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഫാസ്റ്റായിട്ട് പോവുകയാണ്. എന്താണെന്നറിയാമോ? അന്തരംഗത്തിലെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ. ദാവീദ് പറയാണ്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് ട്രൂ. ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? എൻ്റെ പ്രവൃത്തികളിൽ ഞാൻ തെറ്റൊന്നും ചെയ്യരുതെന്നല്ല, എൻ്റെ ചിന്തകളുടെയും അപ്പുറത്ത് എൻ്റെ ബീയിങ്ങില്. ഇവിടെ 32 സങ്കീർത്തനത്തിൽ നമ്മൾ ദാവീദ് പറഞ്ഞ കാര്യം നമ്മൾ മറന്നു പോകരുത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രവൃത്തിയിലല്ല, ആത്മാവിൽ, ഈവൻ മനസ്സിലുമല്ല, മനസ്സിനും അപ്പുറത്ത് നമുക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്.